എന്താണ് അരമണിക്കൂർ കുറച്ച് കാത്തിരിക്കേണ്ടി വന്നത്. കുറച്ചും കൂടി ഡ്രാമ ഉണ്ടായിരുന്നു. അല്ല, എന്തായാലും ഞങ്ങൾ പിന്നെ ആദ്യം ഈ ലിഫ്റ്റുകാരെ വിളിക്കാൻ ശ്രമിച്ചത് നടന്നില്ല. പിന്നെ റിസപ്ഷൻകാർ അവർ സഹായിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂവിനെ വിളിച്ചപ്പോഴാണ് ഇത് പെട്ടെന്ന് എത്തി. നിങ്ങൾ കണ്ടുവല്ലോ, നിങ്ങൾ തന്നെ അതിന് വാർത്തയാക്കിയല്ലോ. അപ്പോൾ ഇനി എന്താ ഞാൻ പറയുക, നിങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും സുഖമായിട്ട്, ഒരു പാനിക്കുണ്ട്, എല്ലാവരും റിലാക്സ് ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് രണ്ട് ആൾക്കാർ കുറച്ച് ഹീമാനായിട്ട് ലിഫ്റ്റ് വാതിലൊക്കെ തുറക്കാൻ ശ്രമിച്ചു, നടന്നില്ല. പ്രത്യേകിച്ച് ഈ ഭാഗത്തുള്ള വാതിൽ, അകത്തുള്ള വാതിൽ തുറക്കാൻ സാധിച്ചു, പക്ഷേ ഈ ഫ്ലോറിൻ്റെ വാതിൽ തുറക്കാൻ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് പിന്നെ അവസാനത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ നിങ്ങൾ കണ്ടുമില്ല, അവർ ആദ്യം ശ്രമിച്ചപ്പോൾ നടന്നില്ല. എന്നിട്ട് അവർ ഹൈഡ്രോളിക് എക്വിപ്മെൻറ്റ് കൊണ്ടുതന്നാണ് തുറന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ പ്രൊഫഷണലിസം ഞാൻ, അവർ ആത്മാർത്ഥത, അവരുടെ സ്പീഡ് എല്ലാറ്റും ഞാൻ വലിയൊരു അഭിനന്ദിക്കുന്നു. അദ്ദേഹം അവർ ചെയ്ത പണി നന്നായി ചെയ്തു. സമയത്ത് എൻ്റെ ആദ്യത്തെ അനുഭവമാണ് ലിഫ്റ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ പെട്ടുപോയത്. അല്ല, ഇത് വിഷ്വൽ മീഡിയക്കാണ് പറ്റിയത്, എഴുത്തുകാർക്കല്ല. അല്ല, നോക്കൂ, അവിടെ സ്റ്റക്ക് എന്ന് പറഞ്ഞാൽ എളുപ്പം വാക്കാണ്, സ്റ്റക്ക് തന്നെയായിരുന്നു ലിഫ്റ്റിൽ. പക്ഷേ ചിലവർക്ക് ഇതിൽ ക്ലോസ്ട്രോഫോബിയ വരാൻ സാധ്യതയുണ്ട്. കാരണം ശ്വാസം മുട്ടില്ല. ഞങ്ങൾ 6-7 പേരുണ്ടായിരുന്നു അതിനകത്ത്. ഫാന് നടക്കണ്ടായിരുന്നില്ല. ലൈറ്റ് വന്നു, പക്ഷേ അതിന് ഇടയിൽ ഓഫ് ചെയ്യേണ്ടി വന്നു അവർ തുറക്കാൻ ശ്രമിച്ചപ്പോൾ. പക്ഷേ ആർക്കും ഒരു ക്ലോസ്ട്രോഫോബിയ, അങ്ങനെ റിയാക്ഷനോ ഭയമോ ഒന്നും തോന്നിയില്ല. ഞങ്ങൾ മിണ്ടാണ്ടിരുന്നു. അവസാനത്തിൽ നമ്മൾ ഒരു കാര്യം പഠിച്ചിരിക്കുന്നത്, നമ്മളുടെ ഫേറ്റ് നമ്മളുടെ കയ്യിലല്ല. അപ്പോൾ അവസാനത്തിൽ നമ്മൾ മിണ്ടാണ്ടിരിക്കുക, ആൾക്കാർ നമ്മൾ രക്ഷിച്ചാൽ അവരോട് നന്ദി പറയുക. രക്ഷിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വേറെ വല്ലതും പറഞ്ഞോളൂ, എന്തെന്താ ചെയ്യേണ്ടത്. ഡോണ്ട് വറി.